നമസ്കാരം. യതീഷ് ചന്ദ്രയ്ക്ക് DGP ലോക്നാഥ് ബെഹ്റയുടെ വക നിലയ്ക്കലിൽ ക്രമസമാധാനം വളരെ കൃത്യമായ രീതിയിൽ നിലനിർത്തിയതുകൊണ്ട് ഒരു ഉപഹാരം എത്തിയിരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാൻ യതീഷ് ചന്ദ്രയും തയ്യാറായി നിൽക്കുന്നു. പക്ഷെ ഇതൊന്നും കണ്ടു സഹിക്കാൻ വയ്യാതെ BJP നേതൃത്വം ഒരു സമ്മാനം ഞങ്ങളുടെ വക യതീഷ് ചന്ദ്രയ്ക്കുണ്ടെന്ന് പറയുന്നു. അതായത് ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കാനെത്തിയ സംഘപരിവാരുകാരെ ലാത്തി കൊണ്ടോടിക്കുകയും നേതാക്കന്മാരെ വാക്കുകൾ കൊണ്ട് എതിർക്കുകയും അവർക്ക് കൃത്യമായ മറുപടി പറയുകയും ചെയ്ത യതീഷ് ചന്ദ്ര BJPയുടെ കണ്ണിലെ കരടായി തന്നെ നിൽക്കുന്ന സമയത്താണ് DGP ലോക്നാഥ് ബെഹ്റ ഒരു സമ്മാനവുമായി യതീഷ് ചന്ദ്രയുടെ മുന്നിലെത്തുന്നത്. ആ സമ്മാനം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും തങ്ങളുടെ ഒരു സമ്മാനം BJPയുടെ വക യതീഷ് ചന്ദ്രയ്ക്ക് ഉണ്ടെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് AN രാധാകൃഷ്ണൻ. കൃത്യമായി പറഞ്ഞാൽ AN രാധാകൃഷ്ണൻ തന്റെ നിലപാട്, അതായത് പൊൻ രാധാകൃഷ്ണൻ ശബരിമലയിലേക്ക് സന്ദർശനം നടത്തിയ സമയത്ത് യതീഷ് ചന്ദ്ര പൊൻ രാധാകൃഷ്ണനോട് സംസാരിക്കുന്ന സമയത്ത് AN രാധാകൃഷ്ണൻ കുറച്ച് വാക്കുകൾ യതീഷ് ചന്ദ്രയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യതീഷ് ചന്ദ്ര ഒന്ന് തുറച്ചു നോക്കിയിരുന്നു. ആ തുറച്ചു നോക്കലിന്റെ ആഘാതം ഇതുവരെ AN രാധാകൃഷ്ണന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിന് ഒരു മറുപടി നൽകാൻ ഒരു സമ്മാനം എന്ന രീതിയിലാണ് രാധാകൃഷ്ണൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സമ്മാനം DGPയുടെ വക മാത്രമല്ല ഞങ്ങളുടെ വകയും യതീഷ് ചന്ദ്രയ്ക്കുണ്ടെന്നാണ് AN രാധാകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. കേന്ദ്രം പൊൻ രാധാകൃഷ്ണനെതിരെ മോശമായ രീതിയിൽ സംസാരിച്ചതിന് കൃത്യമായ ഒരു മറുപടി കേന്ദ്രം നൽകുമെന്നും അത് BJPയുടെ വകയുള്ള ഒരു സമ്മാനമായി കരുതണമെന്നാണ് രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഭീഷണിയിൽ തട്ടാതെ കാര്യങ്ങൾ ലഘുവായി പറയാനാണ് രാധാകൃഷ്ണൻ ശ്രമിച്ചത്. കാരണം K. സുരേന്ദ്രൻ ഏതോ ഒരു രീതിയിൽ പോലീസുകാരോട് സംസാരിച്ചത് ഭീഷണിയായി തോന്നിയപ്പോൾ അത്തരമൊരു ഭീഷണിയിൽ തട്ടാതെ ഈ നടപടി കേന്ദ്രത്തിൻ്റെതാണെന്ന ഒരു സ്വരത്തിലാണ് രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് കാര്യം അവതരിപ്പിച്ചത്. എന്തായാലും നിലയ്ക്കലിൽ ക്രമസമാധാനം നിലനിർത്തിയതിന് ഒരു ഉപഹാരം വാങ്ങുന്ന സമയത്ത് BJP എന്ത് സമ്മാനമാണ് യതീഷ് ചന്ദ്രയ്ക്ക് നൽകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.